എന്താണ് ദൈവഭക്തി? ദൈവഭക്തി എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 13 മുതൽ 13-ാം വാക്യത്തിൽ ദൈവഭക്തി എന്താണ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് ധ്യാനിക്കാം. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമോഹം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതായത് ദൈവഭക്തി എന്ന് പറയുന്നത് അഹംഭാവമില്ലായ്മയും ദുർമാർഗത്തിൽ നടക്കാതിരിക്കുന്നതും ഗർവ് ഇല്ലാത്തതും ദുർവചനങ്ങൾ പറയാത്തതുമായ വ്യക്തികളാണ് യഥാർത്ഥത്തിൽ, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തർ എന്ന് വിളിക്കപ്പെടേണ്ടത്. മറുഭാഗത്ത് അഹംഭാവമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഗർവോടുകൂടെ സംസാരിക്കുന്ന വ്യക്തി, ദുർവചനങ്ങൾ പറയുന്നൊരു വ്യക്തി, ആ വ്യക്തി സ്വയം ദൈവഭക്തനാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അയാൾ യഥാർത്ഥത്തിൽ ദൈവഭക്തനാവുകയില്ല. പലപ്പോഴും നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ അമ്മമാരുണ്ട്. അമ്മമാർ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ പെട്ടെന്ന് മക്കളൊന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ദുർവചനങ്ങൾ പറഞ്ഞ് ശപിക്കുന്ന രീതികൾ ഉണ്ട് എങ്കിൽ അത് യഥാർത്ഥമായ ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തയുടെ ഭാവമല്ല, അത് തെറ്റായ ഒരു രീതിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറി വരേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ്. ദൈവം വെറുക്കുന്ന അഹംഭാവം, ഗർവ്, ദുർവചനം, ദുർമാർഗം, ഇതെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഭക്തി മാർഗത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ജ്ഞാനമില്ലാത്ത വ്യക്തിയുടെ അവസ്ഥയാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങളുള്ള അവസ്ഥയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി ഒരിക്കലും ദൈവീകമായ സാദൃശ്യം പേറുന്നില്ല. ദൈവത്തിൻ്റെ ഭാവം, ദൈവത്തിൻ്റെ ആ രൂപം അയാളിൽ കാണുന്നില്ല എന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അയാളിൽ കടാക്ഷിക്കുന്നില്ല. അതാണ് ദൈവഭക്തി എന്ന് അയാൾ വിചാരിക്കുന്നു എങ്കിലും, ദൈവഭക്തനാണ് എന്ന് താൻ സ്വയം വിചാരിക്കുന്നു എങ്കിലും അയാളിലുള്ള അഹംഭാവവും അതുപോലെ തന്നെ ഈ ഗർവും ദുർവചനവും ദുർമാർഗങ്ങളും അതൊക്കെ അയാളെ ദൈവഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു.